നമുക്കൊരു റിസ്ക് എന്താന്ന് വെച്ചാല് ഇപ്പോ നമ്മൾ ഒരുപാട് പാട്ടിന്റെ റിയാലിറ്റി ഷോസ് ഒക്കെ കാണുന്നവരാ. ഒരു പുതിയതായിട്ട് വരുന്നൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഗായകര് നമ്മുടെ ദാസേട്ടൻ അല്ലെങ്കിൽ ചിത്ര ചേച്ചി അങ്ങനെയുള്ളവർ പാടി ലെജൻസുകൾ പാടി വെച്ച പാട്ട് കൃത്യമായിട്ട് പഠിച്ച് പാടുക ഒരു റിയാലിറ്റി ഷോ. അതിന് 1 കോടി രൂപ പ്രൈസും നമ്മള് വളരെ കഷ്ടപ്പെട്ട് വെള്ള പേപ്പറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനം 25 ലക്ഷം രൂപ അല്ലെ 10 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസും കൊടുക്കുന്ന നാടാണിത്. അപ്പൊ അത്രയും റിസ്ക് നമ്മൾ എടുത്തിട്ട് നമുക്ക് അതിനുള്ള പ്രൈവറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഒന്ന് നമ്മള് നിസ്സാരമായിട്ട് ഇവരൊരു 10 മിനിറ്റോ 15 മിനിറ്റോ യൂട്യൂബിൽ അല്ലെ ടി വി കണ്ടിട്ട് കൊള്ളത്തില്ല, ഇവൻ എന്തോടെ കാണിക്കുന്ന വേറെ വല്ല പണിക്ക് പോകും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഒരു 25 മിനിറ്റ് ഒരു സ്കിറ്റ് ഈ ഫ്ലോറിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 4 ദിവസത്തോളം നമ്മൾ എറണാകുളത്ത് അല്ലെങ്കിൽ എന്റെ ക്യാമ്പിൽ വന്ന് നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് ഉറക്കം കളഞ്ഞ് മെന്റലി ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്. ഈ കൂട്ടത്തിലാണ് വീട്ടിൽ ചിലപ്പോൾ കുഞ്ഞു സുഖമില്ലെന്ന് പറയും, മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഈ പ്രഷറിനെയൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഒരു സാധനം ചെയ്യുന്നത്. ഒരിക്കലും ഒരു കലാകാരൻ ഏത് കലാകാരനായാലും ഈ സ്കിറ്റം കുളവാക്കിയേക്കാം എന്നും പറഞ്ഞ് കയറത്തില്ല, അല്ല ഇതിനകത്തൊരു 2 അശ്ലീലം പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് കയറത്തില്ല. അതിന്റെ സിറ്റുവേഷനും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഒരു സ്കിറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ സ്കിറ്റ് എഴുതാനുള്ള ആൾക്കാർ തന്നെ കുറവാ. ഈ നാട്ടിൽ എല്ലാം കൂടെ കുറച്ച് എഴുത്തുകാരേ ഉള്ളൂ. കുറെ പേരെ സിനിമയിൽ പോവുകയും ചെയ്തു. ടി വി നിൽക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ചേട്ടന് വേണേൽ എഴുതി തുടങ്ങാം. ഓക്കെ, അങ്ങനെ ഈ സ്കിറ്റ് ഒക്കെ എഴുതി കഴിഞ്ഞ് ഇതിൽ ശരിക്കും വർക്കൗട്ട് ആവുന്ന ഒരു കോമഡി ഉണ്ടോ എന്നുള്ള മനസ്സിലാക്കുന്നത് എങ്ങനെയാ? അതിന്റെ ടെലസ്കോപ്പ് എന്തോ നമുക്ക് അതിന്റെ മീറ്റർ ഇത് ഒരിക്കലും നമ്മള് ഇപ്പം ഞങ്ങൾ രണ്ടുപേരുടെ എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്കിറ്റ്, അതിനെ നമ്മൾ ആസ്വദിക്കുന്നതുകൊണ്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. അത് സെക്കൻഡ് ഡേ സാറിനോട് അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആസ്വാദന തരത്തിന് അപ്പുറത്തേക്ക് സാറിന് കാണുമ്പോൾ ഇതിന്റെ പോരായ്മകളും അല്ലെങ്കിൽ ഇത് നന്നാവും എന്ന് പറയാനുണ്ടാവും. അതാണ് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഫൈനലാണ് നമ്മൾ ഈ ഫ്ലോറിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു 6 സ്കിറ്റില് ഒരു പയ്യൻ ഒരു തെറി പറഞ്ഞിട്ട് ഒരു ഊള കോമഡി എന്ന് എഴുതി. അപ്പോൾ ഊള എന്ത് ഊള കോമഡിയാടാ ഡാഷ് എന്ന് എഴുതി കമന്റ് ചെയ്തു. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ബുദ്ധിമുട്ടായി, നമ്മുടെ സുഹൃത്തിന്റെ അങ്ങനെയുള്ളവരുടെ ആ സ്കിറ്റ്. അപ്പൊ എനിക്കത് അത്ര വിഷമമായിട്ടാണ് എഴുതിയത്. ഞാൻ പറഞ്ഞു, മോനെ നിന്റെ അച്ഛനെ വീട്ടിൽ വിളിക്കുന്ന പേര് വിളിക്കരുത്, നിന്റെ അമ്മയ്ക്ക് വിഷമാവെന്ന് പറഞ്ഞു. സോറി, ഞാൻ അങ്ങനെ കമന്റ് ചെയ്തു ഷുവറായിട്ടും. ആ കാരണം അല്ലല്ല ചെയ്യില്ല. ഞാൻ പറഞ്ഞത് അല്ല, അദ്ദേഹം അങ്ങനെ മോശമായിട്ട് പദപ്രയോഗം നടത്തിയിട്ടാ. അപ്പൊ അതിന്റെ താഴെ ഒന്ന് സോറി ചേട്ടാന്ന് കമന്റ് ചെയ്തു ആ ആള് തന്നെ. മനസ്സിലായി. അപ്പൊ നമ്മൾ പ്രതികരിക്കാതെ നമ്മൾ അതിലേക്ക് അതായത് ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളില്ല. ചിരി അതുകൊണ്ട് തന്നെ ജനം ആഗ്രഹിക്കുന്നു. ചിരി നിൽക്കും എന്നും നിൽക്കും.